എൻ്റെ പൊന്നു മക്കളെ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് അല്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ആ ചെറിയ ബെല്ല് ഐക്കൺ ഒന്ന് അമർത്തുക. അത്രേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ് നിർത്തിയതെന്ന് വെച്ചാൽ നമ്മുടെ സിവിൻ സൈക്കോളജിസ്റ്റിനെ കണ്ടു, തിരിച്ചു വന്നു, അവൻ ഓക്കെ ആയി, ഹാപ്പി ആയി, ഒരു ആഴ്ച കൂടി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പഴയതിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു പുള്ളിക്കാരന്. പക്ഷേ ഇന്നലത്തെ പ്രൊമോ തന്നെ എനിക്ക് വീണ്ടും ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് പറയാണ് പുള്ളിക്കാരൻ പുറത്തു പോകണം എന്നുള്ള ഒരു കാര്യം. കാരണം മാനസികമായിട്ട് ഇപ്പോഴും പുള്ളി ഓക്കെ ആയിട്ടില്ല. എത്ര സൈക്കോളജിസ്റ്റ് കണ്ടാലും പുള്ളി മാനസികമായിട്ട് ഇപ്പോഴും തളർന്നിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരന് വീണ്ടും പുറത്തേക്ക് പോകണം എന്നുള്ള ചിന്ത വന്നു തുടങ്ങി. അങ്ങനെ കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് കണ്ണ് കെട്ടി പുള്ളി പുറത്തോട്ട് കൊണ്ടുപോയി എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ചില ആൾക്കാർ പറയുന്നു അതിന് സീക്രട്ട് റൂം ഉണ്ടാവും, ചില ആൾക്കാർ പറയുന്നു പുറത്തേക്ക് തന്നെ പോയി എന്നൊക്കെ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കൊരിക്കലും സീക്രട്ട് റൂമിൽ കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇത്രയും ഒരു സമയം ആയി. അത് മാത്രമല്ല, പുള്ളി ഒരു വൈൽഡ് കാർഡ് എൻട്രിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിന്റെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു ഇതിലോട്ടായിരിക്കണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലോ അങ്ങനെ ഇതിലായിരിക്കും പുള്ളി ബിഗ് ബോസ് കൊണ്ട് പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊരു ചർച്ചയാക്കേണ്ട വിഷയമില്ല. പക്ഷേ പുള്ളിക്കാരൻ ഈ ബിഗ് ബോസ് നിന്ന് പോയി കഴിഞ്ഞാൽ ആ വഴിക്ക് ഇങ്ങ് പൊക്കോണം. കാരണം പുറത്തിറങ്ങി കഴിയുമ്പോഴേ പുള്ളിക്ക് ഇതിന്റെ അകത്തുണ്ടായിരുന്ന വാല്യൂവിനെ പറ്റി മനസ്സിലാവുള്ളൂ. പുള്ളി അകത്ത് വരാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 ഒരു ഫൈനലിൽ, അതായത് ടോപ്പ് 5 ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള ഒരാളാണ് സിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ എനിക്ക് ഒരുപാടൊന്നും പറയാനില്ല. പുള്ളിക്കാരനെ ഇന്ന് സീക്രട്ട് റൂമിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് നമുക്കൊരു വിശ്വാസമാണല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പം സീക്രട്ട് റൂമിലായിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. പക്ഷേ അവിടെ കൊണ്ടുപോയി അവനെ ടിവിയും കാണിച്ച് അല്ലെങ്കിൽ ഹെഡ്സെറ്റും കൊടുത്തിരുത്തേണ്ട ഒരു കാര്യമില്ലെന്നാണ് എനിക്കും പറയാനുള്ളത്. അത്രേ പറയാനുള്ളൂ. അപ്പം സിബിൻ ഇത്രയും തിരിച്ചു വരട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. വന്നാൽ കളി വേറെ ലെവലാവും. ഓക്കെ, ബൈ.